ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കേരള ഹൈക്കോടതി വരുന്ന ജോലി അവസരമാണ്. 28 ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് അതേപോലെ ഓപ്പറേറ്റർ ഒഴിവുകളായിട്ട് വമ്പൻ അവസരം. കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. ആകെ 28 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 27 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. കേരള ഹൈക്കോടതി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 16 ഒഴിവാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 12 ഒഴിവ് വാക്കൻസി ഉണ്ട്. പ്രായപരിധി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഉദ്യോഗാർത്ഥികൾ 1/84 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കേരള സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യത ആവശ്യമാണ്. കൂടാതെ IT ടെക്നിക്കൽ സപ്പോർട്ട് രംഗത്ത് സർക്കാർ വകുപ്പുകളിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഈ കോടതി പദ്ധതികളിലെ 6 മാസത്തെ സാങ്കേതിക പിന്തുണ പരിചയം അഭികാമ്യമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ഉള്ള ഏതെങ്കിലും ഫുൾ ടൈം ബിരുദം, വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി, സേവാ കേന്ദ്രം, ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നീ മേഖലകളിൽ സർക്കാർ വകുപ്പുകളിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഈ കോടതി പദ്ധതിയിൽ 6 മാസത്തെ സാങ്കേതിക പിന്തുണ പരിചയം അഭികാമ്യമാണ്. ശമ്പളം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 30,000 രൂപയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 22,240 രൂപയുമാണ്. അപേക്ഷകൾ താല്പര്യമുള്ള കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം. 600 രൂപയാണ് ഇതിലേക്ക് വരുന്ന ഫീസ് പറയുന്നത്. 1 വർഷത്തെ റാങ്ക് ലിസ്റ്റിന് കുറഞ്ഞത് 1 വർഷം മുതൽ പരമാവധി 2 വർഷം വരെ കാലാവധി ഉണ്ടാകും. വെബ്സൈറ്റിൽ കാണുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കയറുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.